പ്രേമേ, ഈ പാലസ്തീനിൽ ഗസയിലെ പ്രശ്നം ഇസ്രയേൽ ഈ ഇപ്പം വെടിനിർത്തൽ 72 മണിക്കൂറിനകം വെടിനിർത്തണം എന്ന അമേരിക്കയുടെ ഒരു പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും അമേരിക്ക പറയുന്നത് ഇസ്രയേൽ കേൾക്കാം എന്നൊരു ധ്വനിയും ഇപ്പോൾ ആയിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ശരിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഈ ഗസ അല്ലെങ്കിൽ പലസ്തീൻ വിഷയം ഇങ്ങനെ വളരെ ഒരു റെഡിമെയ്ഡായിട്ട് പരിഹരിക്കാൻ സാധ്യമാകുമെങ്കിൽ അതൊക്കെ എത്ര മുമ്പേ ആകാമായിരുന്നു. ഇത് ഒരു ട്രംപിൻ്റെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിനപ്പുറം ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് പേരെടുക്കാനാണ്. അത് അത്രേ ഉള്ളൂ. അത്ര നമ്മൾ കരുതിയാൽ മതി. കാര്യം ഈ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പോൾ ഒരു സമാധാന ഉടമ്പടി ഉണ്ടായി. 72 മണിക്കൂറിനുള്ളിൽ ഏകപക്ഷീയമായി ഉണ്ടാക്കിയ കരാറാണ്. ഇത് ഹമാസ് അംഗീകരിച്ചോണം. അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടൊന്നുമല്ല. അമേരിക്കയും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂടി അങ്ങ് തീരുമാനിക്കുന്നു 72 മണിക്കൂറിനുള്ളിൽ അവിടെ എല്ലാം പറഞ്ഞ് സെറ്റിലായിക്കോണം. 72 മണിക്കൂറിനുള്ളിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൻ്റെ കൈവശമുള്ള ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിക്കും. ഹമാസിൻ്റെ കൂട്ടാളികളെ പിടിയിലായിട്ടുള്ളവരെ ഇസ്രായേൽ മോചിപ്പിക്കും. ആ വ്യവസ്ഥ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് അവിടെ എന്തും ചെയ്യാം. അതിനുള്ള ഫുൾ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ സമ്പൂർണമായ അധിനിവേശം നടത്താനായിട്ടുള്ള ഒരു സാങ്കേതികത്വം ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഗസ സിറ്റിയുടെ ഒത്ത മധ്യത്തിൽ വരെ ഇപ്പോൾ ഇസ്രായേൽ സേന വലിയ ടാങ്കുകളുമായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ വൻ രീതിയിലുള്ള, ഇപ്പോൾ ഇതുവരെ കണ്ടതൊന്നുമല്ല, അതിൻ്റെ 3-4 ഇരട്ടി തീവ്രതയോടെ ഇസ്രായേൽ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ആ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു. അവിടെ വെച്ച് പറ്റിയ ഏറ്റവും ഗുണകരമായ സംഗതി, ഈ വൈറ്റ് ഹൗസിൽ നിന്നുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചിട്ട് ഈ ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ പോയി ആക്രമണം നടത്തിയല്ലോ, അപ്പോൾ ഇതിൽ ക്ഷമാപണം നടത്തി. അതായത് നിങ്ങളുടെ പരമാധികാരത്തെ കടന്നു കയറിയതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്, അതിനുള്ള ക്ഷമ ചോദിക്കുന്നു എന്ന് നെതന്യാഹു പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല, ഒരു കൈയബദ്ധം പറ്റി, ഇനി ആവർത്തിക്കില്ല. അവിടെ ഒരു ഖത്തർ സൈനിക ഉദ്യോഗസ്ഥനടക്കം അവിടെ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണത്തിൽ. അപ്പോൾ അതിൽ ഒരു പക്ഷേ ഇസ്രായേൽ സാമ്പത്തിക സഹായം കൊടുക്കും, നഷ്ടപരിഹാരം ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഹമാസുമായിട്ട് നേരത്തെ തന്നെ മധ്യസ്ഥ ചർച്ചകൾ ദോഹയിലാണ് നടന്നുകൊണ്ടിരുന്നത്. അമേരിക്ക അതിനുവേണ്ടി സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന അവരുടെ നയതന്ത്ര പ്രതിനിധിയെ അതിനുവേണ്ടി മാത്രം ചുമതലപ്പെടുത്തിയിരുന്നു. ഹമാസും ഇസ്രായേലുമായിട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ പല റൗണ്ട് ചർച്ചകൾ നടന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ക്ഷമ നശിച്ച് എനിക്കിനി കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹമാസിൻ്റെ നേതാക്കൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടുന്നു എന്നുള്ള അവരുടെ രഹസ്യാന്വേഷണ വിവരം കിട്ടി. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, ആ താവളം അങ്ങ് അടിച്ച് തകർത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ ദോഹയിൽ പോയി ഇവർ വ്യോമാക്രമണം നടത്തി അവിടെ വലിയ നാശനഷ്ടം ഉണ്ടായത്. പക്ഷേ അതേ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിവരങ്ങൾ പ്രകാരം പറയുന്നത് അവർ ലക്ഷ്യമിട്ട ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ല, അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഗസയിൽ വലിയ രീതിയിൽ സൈനിക മുന്നേറ്റം നടത്തി. അവിടെ ജനവാസ മേഖലകൾ ആദ്യം കൊണ്ടുപോയി ഇവർ ഈ വിമാനമാർഗം നോട്ടീസ് വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു അജണ്ടയാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ നോട്ടീസുകൾക്ക് വിതരണം ചെയ്ത് അവിടെ വൻതോതിലുള്ള സൈനിക മുന്നേറ്റമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയത്. ഇപ്പോൾ അമേരിക്ക ഇടുന്ന പദ്ധതി ഈ ഗസ പൂർണ്ണമായും സ്വതന്ത്രമാക്കപ്പെടണം. അവിടെ വ്യവസ്ഥകൾ പ്രകാരം ഈ രാഷ്ട്രീയത്തിനതീതമായ ഒരു ഭരണസമിതി അവിടെ രൂപീകരിക്കുക. ഹമാസ് ഉണ്ടാകാൻ പാടില്ല. ഫലസ്തീൻ്റെ മോചനം അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന അവിടെ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറാം. പക്ഷേ അവിടെ ഹമാസ് ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഫലസ്തീൻ മേഖലകളുടെ ഭരണം നടത്താനായിട്ട് ഫലസ്തീനികൾ മാത്രമുള്ള രാഷ്ട്രീയത്തിനതീതമായ ഒരു സമിതി വേണം. ആ പറയുന്ന ഗസ പൂർണ്ണമായിട്ടും പോകണം. പൂർണ്ണമായിട്ടും പോകണം. ആ ഗസ പുനർനിർമ്മിക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷനായ ഒരു സമിതി രൂപീകരിക്കും. അവർ ചേർന്ന് അവിടെ പുനർനിർമ്മാണം നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് അമേരിക്കയുടെ നേരത്തെയുള്ള പദ്ധതി ഈ ഗസ ഒരു ടൂറിസ്റ്റ് വില്ലേജാക്കി മാറ്റും എന്നൊക്കെയാണ് പറയുന്നത്. പഴയ ഗസ ആയിരിക്കില്ല, വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റും എന്ന് പറയുന്നു. പക്ഷേ വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഇപ്പോഴും ഒരു മിണ്ടാട്ടവും ഇല്ല. വെസ്റ്റ് ബാങ്കിൽ അവിടെ ഇസ്രായേൽ വലിയ രീതിയിൽ കയറി അവിടെ ജൂത കോളനികൾ സ്ഥാപിക്കുന്ന തിരക്കിലാണ്. അവിടെയുള്ള പലസ്തീനികൾ നാട് വിട്ട് വല്ല സുഡാനിലേക്കോ മറ്റോ ഒക്കെ പോകണമെന്നാണ് ഇസ്രായേലിൻ്റെ ആവശ്യം.
പക്ഷെ അത് ആ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറല്ല. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും കൂടെ നിൽക്കും എന്ന് കരുതിയ വൻശക്തി രാജ്യങ്ങൾ പലതും ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം UN-ൽ പോയി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് കൂക്കിവിളിയാണ്, ബോയ്ക്കോട്ടിങ് നടത്തി. പല രാഷ്ട്രങ്ങൾ, അതായത് ഏതാണ്ട് 2/3 രാഷ്ട്രങ്ങളും ആ UN ജനറൽ അസംബ്ലിയിൽ നിന്ന് ബോയ്ക്കോട്ട് ചെയ്തു. ഒഴിഞ്ഞ കസേരകളെ നോക്കിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് പ്രസംഗിക്കേണ്ടി വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടാണ്. കാര്യം ഇത്ര വലിയൊരു കാര്യം പറഞ്ഞു. അപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു അവിടെ നിന്നുള്ള നടത്തുന്ന പ്രസംഗം ഗസയിൽ കേൾക്കാൻ പാകത്തിന് ഉച്ചഭാഷിണികളൊക്കെ സജ്ജമാക്കി വെച്ചിട്ടാണ്. അതായത് അതിൻ്റെയൊക്കെ അർത്ഥം ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ വിരട്ടലും ഇതൊക്കെ നടത്തിയാലും ഇസ്രയേൽ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ നടപ്പിലാക്കും. ഒരു മുന്നറിയിപ്പാണല്ലേ? അതെ, ഇതിപ്പോ 72 മണിക്കൂർ സമയം എന്നൊക്കെ പറയുന്നല്ലോ. 72 മണിക്കൂർ നേരത്തേക്ക് ഗസ ശാന്തമാകും എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം ഇസ്രയേലും അല്ലെങ്കിൽ അമേരിക്ക നിലപാടെടുക്കും. ഹമാസ് കീഴടങ്ങിയിട്ടില്ല എന്ന ന്യായം പറഞ്ഞ് അവിടെ വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത വലിയ രീതിയിൽ. കാര്യം ഇസ്രയേലിനെ സംബന്ധിച്ച് ഒന്നും നോക്കാനില്ല. കാര്യം ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ സംശയരഹിതമായി പറഞ്ഞു കഴിഞ്ഞു, പലസ്തീൻ എന്ന രാഷ്ട്രമില്ല. ഈ പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന് പലരും ഇപ്പോൾ ജർമ്മനി, ഫ്രാൻസ്, UK അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നെതന്യാഹു ഇപ്പുറത്ത് നിന്ന് പറയുകയാണ്, അതൊന്നും നടപ്പിലാകില്ല, ഇനി ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാകില്ല, അത് പൂർണ്ണമായി ഞങ്ങളിങ്ങ് എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇപ്പോൾ ഇവിടെ വന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ചർച്ച ചെയ്തിട്ട് പറയുന്നു 72 മണിക്കൂർ. അത് ഹമാസുമായിട്ടുള്ള കൂടിയാലോചന നടത്തിയിട്ടൊന്നും അല്ല. ഈ കൂട്ടക്കുരുതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഏതാണ്ട് 65,000 പേർ, 70,000-70,000-നടുത്ത ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ ഇസ്രയേലിൻ്റെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ മാർച്ചിലോ മറ്റാണ് അയാൾ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞത്. അയാൾ പറയുന്നത് 2 ലക്ഷത്തിൽ പരം പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം ഇസ്രായേൽ സേന ഒരു മാനുഷിക പരിഗണനയും കൊടുക്കാതെ അവരുടെ ഗ്ലൗസ് കയ്യിൽ നിന്ന് ഊരി വെച്ച്, അതായത് ഈ ഫോർമലായിട്ട് ചെയ്യുമ്പോൾ സൈനിക പരേഡൊക്കെ നടത്തുമ്പോൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ആണല്ലോ ഈ പരേഡൊക്കെ നടത്തുക. അപ്പോൾ അവർ ആ ഗ്ലൗസ് അവിടെ ഊരി വെച്ചു എന്നർത്ഥം. അവർ കായികമായി സകല ശക്തി എടുത്ത് ഉപയോഗിച്ച് ഗസയിൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥൻ, മുതിർന്ന അവരുടെ സൈനിക മേധാവി തന്നെ പറഞ്ഞു, റിട്ടയർഡ് ചെയ്തു അയാൾ. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പല മൃതദേഹങ്ങൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ ഇപ്പോഴും മറവ് ചെയ്യപ്പെട്ട നിലയിലുണ്ട്, അതൊന്നും റിക്കവർ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഗസയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പലസ്തീൻ എന്ന രാഷ്ട്രം ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ട്രംപ് പറഞ്ഞത് വെറും 72 മണിക്കൂർ നേരത്തേക്ക് ഇനി എല്ലാം പറഞ്ഞ് സെറ്റിലാകും. പക്ഷെ നമ്മൾ കരുതിയണം നടക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇനി 72 മണിക്കൂറിന് ശേഷം ഇസ്രയേൽ കണ്ണും പൂട്ടി അവിടെ അടിക്കും. ഇനി ഒന്നും നോക്കാനില്ല. പറയാൻ ന്യായമുള്ളത് ഹമാസിന് കീഴടങ്ങിയിട്ടില്ല, ഞങ്ങൾ പറഞ്ഞ സമാധാന സന്ധി സംഭാഷണങ്ങൾക്ക് അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നുള്ളത് വളരെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും ഇസ്രയേൽ അവരുടെ പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്ന് മാറില്ല എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്ക ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണും.